കാശ്മീരിലെ ആസിഫ മാത്രമല്ല, ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു പ്രതീക്ഷയാണ്. ലേബർ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഭർത്താവ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നേഴ്സ് കുഞ്ഞിനെയും എടുത്ത് തൻ്റെ കൊയ്യിൽ കൊണ്ട് തന്നപ്പോൾ ആ വെള്ളപ്പൊതിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു മുഖം കണ്ടപ്പം ഒരുപാട് സ്വപ്നം കണ്ടു കാണും. ഞാൻ പറയാതെ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ? നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി. വെറുതെ ഒരു ഉപ്പ SSLC പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയത്തിനും A+ വാങ്ങി മിടുക്കിയായി പാസ്സായി, പഞ്ചായത്തിൻ്റെ വക വലിയൊരു ഷീൽഡ്, സ്കൂളിൻ്റെ വക കപ്പ്, യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വക ഒരു ഫലകമുണ്ട്, DYFIൻ്റെ വക ഫലകമുണ്ട്. ഇങ്ങനെ നാട്ടിലെ മുഴുവൻ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളും ഈ A+ കിട്ടിയ കുട്ടിയെ അനുമോദിച്ചു. നല്ല കുട്ടി. ബാപ്പ സ്വപ്നം കാണാൻ തുടങ്ങി, വലിയ സ്വപ്നം. ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ച് മിടുക്കിയാക്കുക എന്ന സ്വപ്നം കാണാൻ ഇന്ന് കേരളത്തിലെ ബാപ്പന്മാർക്ക് കൃത്യമായിട്ട് കഴിയൂ എന്ന ബോധം വേണം നിങ്ങൾക്ക്. ആ ബാപ്പ ആ പെൺകുട്ടിയെക്കുറിച്ച് സ്വപ്നം കണ്ടു. എൻ്റെ മോള് നന്നായി പഠിക്കും. സ്കൂളിൽ പോയപ്പം ടീച്ചർമാരൊക്കെ വന്ന് പൊതിഞ്ഞു, മിടുക്കി പെണ്ണാ നിങ്ങളുടെ മോള്, മിടുക്കി പെണ്ണ്, മിടുക്കി, അവളെ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ, 18 വയസ്സാകുമ്പോൾ കെട്ടിക്കല്ലേ. ടീച്ചർമാരൊക്കെ ബാപ്പയോട് പറഞ്ഞു. ഒരിത്തിരി താടിയൊക്കെ ഉണ്ടായ, ഒരു നിസ്കാരത്താഴമ്പൊക്കെ ഉണ്ടായപ്പം ടീച്ചർമാർ വിചാരിച്ചു 18 വയസ്സാകുമ്പോൾ ഈ പെണ്ണിനെ പിടിച്ച് അങ്ങ് കെട്ടിച്ചു വിടും, പഠിപ്പിക്കൂല. ബാപ്പ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കും എൻ്റെ മോളെ, എത്രത്തോളം കഴിയോ അത്രത്തോളം പഠിപ്പിക്കും. അങ്ങനെ ബാപ്പ ഏറ്റവും നല്ല സ്കൂളിൽ ആ കുട്ടിയെ +1 സയൻസിന് കൊണ്ടുപോയി ചേർത്തു. ഒരു സുന്ദരിയായ പെൺകുട്ടി സയൻസ് പഠിച്ച് മിടുക്കിയായി വളരുക. ബാപ്പയും സ്വപ്നം കണ്ടു, ഉമ്മയും സ്വപ്നം കണ്ടു. +1ൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ മാസം +1 പരീക്ഷ നടന്നത്. +1 പരീക്ഷയ്ക്ക് 2 മാസം മാത്രമുള്ളപ്പോൾ സ്കൂളിൽ നിന്നൊരു ഫോൺ വരുന്നു ആ കുട്ടിയുടെ ബാപ്പാക്ക്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്, ഒന്ന് വരണം കേട്ടോ. ബാപ്പ പോയി നോക്കിയപ്പോൾ ടീച്ചർ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യമായി പറയണു, നിങ്ങളുടെ മോക്ക് ഒരു ചെറുക്കനുമായിട്ട് ബന്ധമുണ്ട്. ബാപ്പ പറഞ്ഞു, ഒരിക്കലുമില്ല. ഏത് മനുഷ്യനും നമ്മുടെ കുട്ടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. എൻ്റെ മോൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല. ടീച്ചർ പറഞ്ഞു, ഉറപ്പാണ്. അപ്പം ബാപ്പ പറഞ്ഞു, അല്ല, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. എൻ്റെ മോളെ ഞാൻ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്താ വളർത്തിയത്. അവൾ എന്താണോ ചോദിച്ചത് അപ്പം കൊടുക്കാറുണ്ട്. എൻ്റെ മോൾ അങ്ങനെ ചെയ്യൂല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്, വെറുതെ പറയില്ലല്ലോ. അയാൾ ചോദിച്ചു, എന്ത് പ്രശ്നം? ടീച്ചർ ചോദിച്ചു, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മോള് സ്കൂളിലേക്ക് വന്നത് എത്ര മണിക്കാ? ബാപ്പ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ആ സമയമൊന്നും കൃത്യമായിട്ട് അറിയില്ല, ഉമ്മാക്ക് വിളിച്ചു നോക്കണം. എന്നാൽ നിങ്ങൾ ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്ക്. ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചു, കഴിഞ്ഞ ബുധനാഴ്ച മോള് സ്കൂളിലേക്ക് പോകുന്നത് എത്ര മണിക്കാ? ഉമ്മ പറഞ്ഞു, അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അവൾ 7:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 8 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അത്ര സ്കൂളിൽ. കഴിഞ്ഞ ബുധനാഴ്ച അയാൾ പറഞ്ഞു, ബുധനാഴ്ച എൻ്റെ മോള് കൃത്യം 8 മണിക്ക് സ്കൂളിലെത്തിക്കാണും, അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ. മാഷ് പറഞ്ഞു, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മുടെ സ്കൂളിൽ നടന്നിട്ടില്ല. നടന്നിട്ടില്ല. മോളെവിടെ പോയി? പാപ്പ ചോദിച്ചു, പിന്നെ അവളെവിടെ പോന്നു? ടീച്ചർ പറഞ്ഞു, ഈ സ്കൂളിൽ അടിച്ചു വാരാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട്, അതൊരു ഉമ്മയാണ്, ഒരമ്മയാണ്. ആ സ്ത്രീ നിങ്ങളുടെ മോളെയും പിന്നെ ഒരു ചെക്കനെയും കൂടി സ്കൂളിൻ്റെ ഒഴിഞ്ഞ സ്ഥലത്ത് വൃത്തികെട്ട രീതിയിൽ കണ്ടു. ആര്? അടിച്ചു വരുന്ന സ്ത്രീ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിളിച്ചു പറയുക. ബാപ്പ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. മോളെ വിളിച്ചു. ടീച്ചറും ബാപ്പയും കൂടി സംസാരിച്ചു. സ്കൂളിലും ഇപ്പം കൗൺസിലർമാരൊക്കെ ഉണ്ട്. മോൾ എത്രയായിട്ടും സമ്മതിച്ചില്ല, ഞാനങ്ങനെ ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞു. മോള് അവൾ പ്രേമിക്കുന്നു ഒരു ചെറുക്കനെ. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ മിടുക്കി പെൺകുട്ടിയെക്കുറിച്ച് ആ പ്രിയമുള്ളവരെ ഞാൻ സംസാരിക്കുന്നത്. ആ കുട്ടിക്കൊരു പ്രേമം. എന്നിട്ടോ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നു, സാറേ രക്ഷിക്കണം. ഒരു പ്രേമത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ കടന്നിട്ടുണ്ട്.
അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി തരാൻ നിങ്ങളൊന്ന് ബാപ്പനോട് പറയണം. തെറ്റൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ഒരു കുട്ടി പറയുക, ഞാൻ പറഞ്ഞു മോളെ ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു എന്നാലും നിങ്ങളൊന്ന് സംസാരിക്കുക. ശരി, ഞാൻ സംസാരിച്ചോളാം. ബാപ്പൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ബാപ്പയോട് പറഞ്ഞു അവളെ നമുക്ക് നിന്ന് പിന്മാറ്റണം, പക്ഷേ ഈ ചെറുക്കനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക, അവളറിയണ്ട, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ബാപ്പ പറഞ്ഞു വേണോ, വെറുതെ ഒന്ന് അന്വേഷിക്കുക. സാധാരണ ഒരു പ്രേമം വന്നാൽ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ അന്വേഷിക്കാൻ പോവരുത്. ഞാൻ ബാപ്പനോട് പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിക്കുക, ഒന്ന് പോയി നോക്ക്. ബാപ്പ രാവിലെ സുബൈ നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്ന് ഒരു കപ്പ് കട്ടൻ ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ചെറുക്കൻ്റെ അഡ്രസ്സുമായി. ഞാൻ ബാപ്പനോട് പറഞ്ഞു അയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇവിടെയും കൊണ്ടുപോവാ, നമുക്ക് സംസാരിക്കാം. ബാപ്പ ഇറങ്ങി അന്വേഷിക്കാൻ. 6-6:30 മണി സമയമായപ്പോൾ ഈ ചെറുക്കൻ്റെ അഡ്രസ്സ് നോക്കി ബാപ്പ സ്കൂട്ടറും എടുത്ത് ചെന്നു. വലിയൊരു വീട് കണ്ടപ്പം ബാപ്പക്ക് സമാധാനമായി. എൻ്റെ മോള് കണ്ടുവച്ച ചെക്കൻ്റെ വീട് കുഴപ്പമില്ല. ഗേറ്റ് തുറന്നു നോക്കിയപ്പം കൊലായിലിരിക്കുന്നു ഒരു വയസ്സായ മനുഷ്യൻ. അയാൾ പത്രം വായിക്കുന്നുണ്ട്, ഒരു ചായ കുടിക്കുന്നുണ്ട്. അടുത്ത് അയാളുടെ ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, അയാൾ സുബൈക്ക് പള്ളി പോയിട്ടുണ്ട്. കണ്ടോ, നിസ്കാരത്താഴുമ്പുണ്ട്. നല്ലൊരു ബാപ്പ. ഇയാൾക്ക് സമാധാനമായി, പഠിച്ചോനെ സുബൈയൊക്കെ ഉള്ള വീടാണല്ലോ എൻ്റെ കുട്ടി കയറി ചെല്ലുന്നത്. എന്നിട്ടോ അയാൾ അകത്തേക്ക് കയറി. ബാപ്പ സലാം പറഞ്ഞു. ചെക്കൻ്റെ ബാപ്പ, പെണ്ണിൻ്റെ ബാപ്പ അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഭാര്യയോട് പറഞ്ഞു ഒരു കപ്പ് ചായ എടുക്ക്, ആരോ വന്നിരിക്കുന്നു. ഇയാൾ ചോദിച്ചു നിങ്ങൾ ആരാണ്? പെണ്ണിൻ്റെ ബാപ്പ പറഞ്ഞു ഞാനൊരു ഗൾഫുകാരനാണ്, കുറച്ചപ്പുറത്താണ് താമസം, കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നു. എന്തേ നിങ്ങൾ വന്നത്? അപ്പോൾ പെണ്ണിൻ്റെ ബാപ്പ പറഞ്ഞു പിന്നെ നിങ്ങൾക്കൊരു മോനില്ലേ, സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നൊരു മോൻ. ബാപ്പ പറഞ്ഞു എനിക്ക് 6 മക്കളുണ്ട്, അതിൽ 4ാമത്തെ മകനാണ് ഞാൻ. അവൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുക, സെയിൽസ്മാനാ. ഉണ്ട്, എനിക്കങ്ങനെ ഒരു മോനുണ്ട്. എന്താ പ്രശ്നം? ഉടൻ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞു എൻ്റെ മോളും നിങ്ങളുടെ മോനും തമ്മിൽ ചെറിയൊരു ബന്ധം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ചെറിയൊരു പ്രേമം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞപ്പോൾ അകത്തിന്ന് ഭാര്യ ചായയും കൊണ്ടുവന്നു. ചെക്കൻ്റെ വാപ്പ പറഞ്ഞു നിങ്ങൾ ചായ കുടിക്ക്, വീട്ടിൽ വന്ന അതിഥിയല്ലേ. അയാൾ ചായ കുടിച്ച് കപ്പ് ടീപ്പോയിൻ്റെ മുകളിൽ വെച്ചപ്പോൾ ചെക്കൻ്റെ വാപ്പ പറഞ്ഞു എനിക്കൊരു മോനുണ്ട്, പക്ഷേ നിങ്ങൾ പറഞ്ഞ ഇക്കാര്യം പറഞ്ഞ് ഇവിടെ വരുന്ന 4ാമത്തെ ആളാ നിങ്ങൾ. ഇതേ കാര്യം പറഞ്ഞ് 4ാമത്തെ ആളാ നിങ്ങൾ. ഇനിയും ആരെങ്കിലും വരുമോ നോക്കിയിട്ട് പോരെ നമുക്ക് കല്യാണം ഉറപ്പിക്കൽ. ഒന്നും മിണ്ടിയില്ല പെണ്ണിൻ്റെ വാപ്പ. നടഞ്ഞ് തേഞ്ഞു പോയ ഒരു കുട്ടിയെ പോറ്റി കഷ്ടപ്പെട്ട് നടന്ന് തേഞ്ഞു പോയ തൻ്റെ ചെരുപ്പ് പടിയിൽ നിന്ന് ഇട്ടിട്ട് പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്ന് ചെക്കൻ്റെ വാപ്പ കൈയടിച്ച് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നോക്ക് നിങ്ങളെ മോളെ ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ മോനൊരു വൃത്തികെട്ടവനാ. സ്വന്തം വാപ്പ സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കണം. ആ കുട്ടി പിറ്റേ ദിവസം വന്നു, ബാപ്പ മുന്നിലിരുത്തി. ഞാൻ ചോദിച്ചു അന്വേഷിച്ച കാര്യം എന്താ? അപ്പോൾ ബാപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൊട്ടിത്തകർന്ന് തരിപ്പണമായി കോഴിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിലെ സൈക്യാട്രി ഡോക്ടറുടെ ഡിപ്രഷൻ്റെ മരുന്നും കഴിച്ച് +1 പരീക്ഷ പോലും എഴുതാതെ ഭാവി തകർന്ന് ജീവിതം തകർന്ന് ഒരു പെൺകുട്ടി വീട്ടിനകത്തിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഇവിടുന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ ആശയാകുന്നുവോ ആശങ്കയാകുന്നുവോ എന്ന ചർച്ച.